ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഫ്രം 11B. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കുന്നത്. അതിനിടയിൽ വീണ്ടും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന്. പിന്നെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുക്കുക, ഇതേപോലെ മെഷർമെന്റ് എടുക്കുക. ഒന്നാമത്തെ പേപ്പറിൽ 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 4 സൈഡിലും വരച്ചെടുക്കുക. രണ്ടാമത്തെ പേപ്പർ, അതായത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോർഷന് 3 സെന്റിമീറ്റർ 10.4 എന്നാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 10.2 അല്ലെങ്കിൽ 10.3 എടുത്താൽ മതിയായിരിക്കും. ആ മോഡലിൽ 4 സൈഡിലും കൂടി വരച്ചെടുക്കാം. ഇനി പാറ്റേൺ പേപ്പർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ നേരെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇഷ്ടമുള്ള പാറ്റേൺ അങ്ങോട്ട് വരച്ചെടുക്കുക. പൂവോ പൂമ്പാറ്റയോ എന്താന്ന് വെച്ചാൽ വരയ്ക്കാം. നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള വൈറ്റ് ഡേസി പൂ ഉണ്ടല്ലോ, അത് വരയ്ക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാപയും കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് പേസ്റ്റൽ ഗ്രീൻ എടുക്കാന്ന് വെച്ചത്. പേസ്റ്റൽ കളേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നമ്മൾ എടുക്കുന്ന കളറിന്റെ കൂടെ മാക്സിമം വൈറ്റ് ചേർക്കുക. അപ്പം നല്ല ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് കിട്ടും. പിന്നെ പേസ്റ്റൽ ഷെയ്ഡിന് പ്രത്യേക ഭംഗിയുള്ളതുകൊണ്ട് എല്ലാ ക്രാഫ്റ്റും ചെയ്താലും അടിപൊളിയായിരിക്കും. അപ്പൊ കണ്ണുമുട്ടി സെലക്ട് ചെയ്യാൻ പറ്റും പേസ്റ്റൽ ഷെയ്ഡ്സ്. അപ്പൊ ഈ ഷെയ്ഡ് ഇനി 2 പേപ്പറിന്റെയും പുറകു വശത്ത് വലിച്ചു വാരി അങ്ങോട്ട് അടിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉണങ്ങിയും വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന്റെ പുറത്തെ കലാപരിപാടി തുടങ്ങാം. ചാടിക്കേറി ഡേസി പൂ ചെയ്യാന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ പേര് ഡേസി പൂ തന്നെയല്ലേ? കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക കമന്റിൽ. ആൻഡ് ഇത് മുന്നേ വരച്ച പരിചയമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2 രീതിയിൽ വരച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതി ഏതാണോ അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഞാൻ ഓരോ പെറ്റലായിട്ടും ഈ കാണുന്ന പോലെയാണ് വരച്ചു നോക്കിയത്. അത് ഇത്തിരി ടൈം എടുക്കുന്നത് പോലെ തോന്നി. പിന്നെ ഞാൻ രണ്ടാമത് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൊത്തം വരയ്ക്കുമല്ലോ, അങ്ങനെ വരച്ചിട്ട് ആ ഓരോ ലൈനിനെയും ഓരോ പെറ്റലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നി. പിന്നെ ആ ഒരു മെത്തേഡാണ് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പെറ്റൽസ് മാത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഭംഗി വരണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ കറക്റ്റ് ആയിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സാധാരണ കയ്യിൽ കിട്ടും. അപ്പം ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും ഔട്ട്പുട്ട് നന്നായാൽ എല്ലാവരും ഹാപ്പി അല്ലേ? ഇനിയിപ്പോൾ 2 പേപ്പറിലും ഈ ഡേസിപ്പൂ വരച്ച് അങ്ങോട്ടേക്ക് നിറയ്ക്കുക. ഒരു പൂന്തോട്ടം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുക. എങ്ങനെയുണ്ട് സംഭവം സൂപ്പർ ആയില്ലേ? ഇനി ഇതിന് ബോക്സ് ആക്കാം. നേരെ തിരിച്ചു വെച്ചിട്ട് ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ മഷി തീർന്ന ഒരു പെൻ എടുക്കുക. അതായിരിക്കും നല്ലത്. പെട്ടെന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സമയത്ത് പെന്നൊന്നും കാണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു പെയിന്റ് ബ്രഷിന്റെ പുറകുവശം കൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി ഈ കാണുന്ന പോലെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഓരോ സൈഡിലും ഓരോ ഒരു കട്ട് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, കട്ടുകൾ കൂടിപ്പോയാൽ പിന്നെ ആദ്യം മുതൽ ഉണ്ടാക്കേണ്ടി വരും. ഇനിയിപ്പം കട്ട് ചെയ്ത പോർഷനെ മാത്രം ഡയഗണലായിട്ട് ഈ മോഡലിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുക. നിർബന്ധമില്ല, അതില്ലാതെയും ഒട്ടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ. നമ്മളിപ്പോൾ വരയ്ക്കാനും പിടിക്കാനൊക്കെ നിന്നുകൊണ്ടാണല്ലോ സമയം എടുക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ സംഭവം കഴിഞ്ഞു. ഈ കാണുന്ന പോലെ ഉള്ളിൽ പശ തേക്കുക, എന്നിട്ട് ഉള്ളിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും ചെയ്യുക. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പേപ്പർ ഇല്ലേ, അതിനകത്തും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാ പാക്ക് ചെയ്യുന്നത് കാണാം. ഇതേപോലെ ഒരു ത്രെഡ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഇതുപോലെ തല തിരിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ബാക്കിയൊക്കെ ഈ കാണുന്ന പോലെ തന്നെ ഫോളോ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് കെട്ടാം. പെട്ടെന്നൊന്നും അഴിഞ്ഞു പോയാലും പുറത്തു പോകാത്ത രീതിയിൽ കെട്ടാൻ പറ്റും. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒന്ന് ഉള്ളിലൂടെ എടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അഴിഞ്ഞു പോയാലും സംഭവം അവിടെ തന്നെ നിൽക്കും. പിന്നെ നോർമലായിട്ട് ഒരു ബട്ടർഫ്ലൈ കെട്ടുക, എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് സ്റ്റാർ ആവാലോ അല്ലേ? അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ.